ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കടില്ലാത്ത മഴ പെയ്തു എന്ന് തോന്നുന്നു. നീച്ചപ്പം ഒക്കെ നനഞ്ഞിട്ടുണ്ട് മിറ്റൊക്കെ. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓലക്കൊടിയൊക്കെ നനഞ്ഞ് പഞ്ചറായി. ഞാനത് വെട്ടാൻ വേണ്ടി വെച്ചതായിരുന്നു. മഴ പെട്ടെന്ന് പെയ്യണത് പിന്നെ വിചാരിച്ചതേ ഇല്ല. പിന്നെ ചായക്കടിയൊക്കെ ഉണ്ടാക്കി. ഇന്ന് ഞാൻ ഉഴുന്ന് ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ കലക്കി വെച്ചപ്പോൾ രാവിലെ നീച്ച് വന്നപ്പോൾ ആകെ വീതനമ്മ കൂടിയൊക്കെ ഇങ്ങോട്ട് ആയിന്ന് കേട്ടോ. കുറച്ച് പൊന്തി മുകളിലേക്കൊക്കെ വന്ന് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ട് വീതനപ്പുറമൊക്കെ. പിന്നെ അതിലേക്ക് ചട്ടിണി അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അനുവിന് പോകാനൊക്കെ രാവിലെ ആയപ്പോഴത്തേക്കിനും എല്ലാതും ആയിട്ട്. പിന്നെ അത് മോനിട്ട നീച്ചോ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റൂമിലേക്ക് ചെന്നത്. അപ്പോൾ ഓനവിടെ കിടന്ന് ഇങ്ങനെ ഉരുളാണ്. അപ്പം ഇന്ന് നേരത്തെ നീച്ചണ് മൂപ്പരിട്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പല്ലേക്കാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഓൻ ഉറങ്ങണ പോലെ അവിടെ അഭിനയിച്ച് കിടക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നീച്ചാളൊരു ചോദ്യമുണ്ട്, എന്താ അമ്മ അന്ന് ചായക്കടി എന്നാണ് ഒരൊറ്റ ചോദ്യമാണ്. അപ്പോൾ ഉഴുന്നുകടിയാണെന്ന് പറഞ്ഞാൽ അവന് നല്ല ഇഷ്ടമാണ്. പിന്നെ ചട്ടിനി ഉണ്ടാക്കിയപ്പോഴേക്കും ഇങ്ങനെ തോന്നിയിട്ട് ഒരു ചമ്മന്തി ഇല്ലാണ്ട് എന്താ പറയുക, ഉഴുന്നുകടി ഉണ്ടാകുമ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ചമ്മന്തി, തക്കാളി ചമ്മന്തി വേണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് ഉണ്ടാക്കി. പിന്നെ അതിലേക്ക് ഒരു രണ്ട് ചെറിയ ഉള്ളിയും പിന്നെ ഒരു വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ചെറിയൊരു ഇഞ്ചിൻ്റെ പീസ് കിട്ടും കേട്ടോ. അങ്ങനെ ഒക്കെ കൂടി വാട്ടിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടാണ്ട് ഒന്ന് അരച്ചെടുത്തു. അപ്പോൾ ഈ സമ്മന്തി അനുവിന് കിട്ടിയിട്ടില്ല. ഓള് നേരത്തെ പോകണോണ്ട് ചട്ടിണിയും ദോശയൊക്കെ തിന്നുങ്ങാണ്ട് പോയതാണ്. പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് വന്ന എന്തായാലും ഒരു തീറ്റ ഉണ്ടാവും. വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ടാവും വരല്, അടുത്ത വരവ്. അപ്പോൾ പിന്നെ ഞാൻ അപ്പോഴത്തേക്കിനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചങ്ങാണ്ടേ അങ്ങനെ മോനൂസ് നീച്ചിട്ട് പാലിനും പോയി. അങ്ങനെ പിന്നെ തക്കാളിയൊക്കെ ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റീലിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ അടുക്കി പിടിക്കുന്നുണ്ട് വേഗം കേട്ടോ. പെട്ടെന്ന് ഇതാവുണ്ട്. പിന്നെ അതൊക്കെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ തൊടി കൂടെ ഇങ്ങനെ തെണ്ടി കിടക്കുകയാണ്. കാരണം എന്താ വിചാരിച്ചാൽ നമുക്ക് ചേനപ്പൂ വിരിയലുണ്ട് കേട്ടോ ആസ്യാത്താൻ്റെ പറമ്പിൽ. അപ്പോൾ അതുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോയതാണ്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ മുളച്ച് കിടക്കുന്നുണ്ട്. ചിലത് വലുതുണ്ട്. അപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, പിന്നെ ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മഴ ഒന്നുകൊണ്ട് പെയ്താലാണ് ആ സാധനം ഉണ്ടാവൽ. അപ്പം അങ്ങനെ പോയി നോക്കിയപ്പോൾ എനിക്കിതാ 2-3 ചേനപ്പൂ കിട്ടിയിട്ടോ. ഒന്ന് അത്യാവശ്യം മൂത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറ്റ ചെറുതാണ് കേട്ടോ. അപ്പോൾ ചെറുതാണെങ്കിൽ ചെറുതെന്ന് വിചാരിച്ചിട്ട് ഞാനത് പൊട്ടിച്ചിട്ട് പോന്നു കേട്ടോ. ശാസ്ത്രതാക്കൊന്നും അതിന് തീരെ താല്പര്യമില്ലാത്ത സാധനമാണ്. പിന്നെ പിന്നെ മീൻ എന്താ പറയുക, ഇന്നലെ കണമീൻ വാങ്ങിച്ച് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നല്ല ഐസ് കട്ടായിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് വെച്ചതല്ലേ. അപ്പോൾ അത് ആ കട്ടയ്ക്കൊന്ന് മെൽറ്റായിക്കോട്ടെ വിചാരിച്ചെങ്ങാണ്ട് ഞാനത് പുറത്ത് കൊണ്ടുപോയി വെച്ചിരുന്നു. പുറത്താണ് നമ്മുടെ അടുക്കളയിലാട്ടോ. പിന്നെ നമ്മുടെ ചേനക്കാലയൊക്കെ നന്നായിട്ട് കഴുകിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് പിന്നെ അരിഞ്ഞതിൻ്റെ മുന്നേയും അരിഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒന്നും കൂടെ കഴുകും കേട്ടോ. അപ്പം അങ്ങനെ അത് റെഡിയിട്ട് നല്ല ഭംഗിയായിട്ട് അരിഞ്ഞ് കാണാൻ. പിന്നെ അങ്ങനെ അത് പിന്നെ കുക്കറിൽ മല്ലിപ്പൊടിയും മുളക് പൊടി, ഉള്ളി, അങ്ങനെ അതിൻ്റെ വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻകറി മുളക് ഇട്ടതാണേ. അപ്പം മീൻകറിയും തന്നെ പെട്ടെന്ന് റെഡിയാക്കിയിട്ടെടുത്തുള്ള മീൻകറി കേട്ടോ. അപ്പോൾ ഞങ്ങളെ കഴിച്ചതിന് ബാക്കി ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ അനുവിന് വന്നിട്ട് കഴിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പം ഇനി ചട്ടിനി കുറച്ച് ബാക്കിയുണ്ട്, ചമ്മന്തി ഉണ്ട്. അപ്പം ഇനി വന്നിട്ട് എന്തായാലും ഒരു കഴിക്കലുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പിന്നെ പാൽച്ചായ ബാക്കി കുറച്ചിട്ട്, പാൽച്ചായനോടൊക്കെ അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. പാലൊന്നും അങ്ങനെ കുടിക്കൂല, ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോൾ പിന്നെ അതൊന്നും അങ്ങനെ വല്ലാതെ എടുത്ത് വെക്കേണ്ട അമ്മ എന്ന് പറയുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ മോനൂസ് തന്നെ എടുത്ത് പിന്നെ കുടിക്കും കേട്ടോ. പാൽച്ചായ നല്ല ഇഷ്ടമാണ്. പിന്നെ ജഗ്ഗിൽ ഞാൻ വെള്ളം കൊണ്ടാക്കിയിട്ട് ചുക്കുവെള്ളം, അതെന്തായാലും കുട്ടികൾക്ക് അകത്തുനിന്ന് അവർക്ക് എടുത്ത് കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എടുത്ത് കുടിക്കും. പിന്നെ ഞാൻ അടുക്കളയൊക്കെ ക്ലിയറാക്കി പാത്രങ്ങളൊക്കെ പുറത്തോട്ടിട്ടൊക്കെ മോരൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അപ്പോൾ ഗ്യാസിൻ്റെ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകും കേട്ടോ. സോപ്പും ചണ്ടി വെച്ച് ഗ്യാസൊക്കെ കഴുകും. അപ്പോൾ നമ്മുടെ ചേന ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ചക്കക്കൂരൊന്നും ഇടാൻ കിട്ടില്ല കേട്ടോ. ഒരു പ്രാവശ്യം ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചക്കക്കൂരൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചക്കക്കൂര ഇട്ട് വെച്ചാൽ. അപ്പോൾ മീൻകറി തട്ടിക്കൂട്ടൽ മീൻകറിയാണ്, മുളകിട്ടതാണ്. ഉള്ളിയും തക്കാളിയൊക്കെ കൂടി ഇട്ടിട്ട് അങ്ങനെ. പിന്നെ പതിവ് പോലെ തന്നെ പപ്പടം ഒന്നും കാച്ചിയിട്ടില്ല, ചുട്ടെടുത്തേക്കാണ് കേട്ടോ. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് മീൻ വറക്കലൊക്കെ ആയപ്പോഴേ ഞാൻ പിന്നെ ഇന്ന് പപ്പടം കാച്ചില്ല.
അപ്പോൾ പിന്നെ പപ്പടം ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ടെടുത്താലും ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതാ പാത്രങ്ങളൊക്കെ മോറി, സ്റ്റാൻഡൊക്കെ ഒന്ന് മോറിട്ടോ. ഞാൻ സ്റ്റാൻഡ് സ്റ്റീലിൻ്റെതായതുകൊണ്ട് എളുപ്പം പൊടി പിടിക്കുന്നുണ്ട്. പിന്നെ ചളിയായാലും പെട്ടെന്ന് അറിയല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മോറി. പിന്നെ അതാ വീതനയൊക്കെ ഒന്ന് തുടച്ചിട്ട്, പിന്നെ ഞങ്ങൾ പിന്നെ കരിയുള്ള പാത്രമൊക്കെ ഞാനത് അടിയിലാണ് കേട്ടോ വെക്കുക. 2 ഓട്ടകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ കരിയുള്ള പാത്രങ്ങളൊക്കെ കഴുത്തി വയ്ക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തട്ടി കൂട്ടണതാണ് കേട്ടോ. അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അത് പുറത്തേൽ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.